എൻ്റെ ഒരു കൺസ്യൂമർ കേസ് ഉണ്ടായിരുന്നു. അതായത് ഒരു പുതിയ വാഹനം എടുത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഡാമേജ് വെഹിക്കിളായിരുന്നു എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്നുണ്ട്. അതിൽ പലതരത്തിലുള്ള കോൺവെർസേഷൻ നടന്നതിന് ശേഷവും എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വാഹനം മാറ്റി വരികയോ അല്ലെങ്കിൽ കൊടുത്ത എമൗണ്ട് തിരിച്ചു തരികയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2,25,000 രൂപ ഉണ്ടായിരുന്നു. ആ എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനത് കേസ് പിന്നെ ഡിസ്ട്രിക്ട് കേസിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കോർട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം ഒരു 4-5 മാസത്തോളം ഒരു നീക്കുപോക്കും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കേസ് വിളിക്കുമ്പോൾ പോകുന്നു. അതുപോലെ ഈ എതിർഭാഗം എനിക്ക് വക്കീലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ ഡ്രാഫ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ വാദിച്ചതും എല്ലാം. അപ്പം എതിർഭാഗത്തെ വക്കീൽ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയുന്നു, അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നു, വാദങ്ങളൊന്നും ശരിയായി പോകുന്നില്ല. ഇതിൽ ആക്ച്വലി 2 മെമ്പേഴ്സും ഒരു പ്രസിഡൻറ്റുമാണ് ഉള്ളത്. ഞാൻ പോകുമ്പോഴെല്ലാം ഒരു പ്രസിഡൻറ്റും ഒരു മെമ്പറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ ഭാര്യ ഇതുപോലെ ഞങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ ഈ ഉപ്പും തൈലവുമായിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അതുമായിട്ടാണ് കേസിന് പിന്നീട് ഒരിക്കൽ പോയത്. ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാം, ചിന്തിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം 2 മെമ്പർ ഉണ്ടായിരുന്നു, അതുപോലെ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. അഡീഷണൽ ഉണ്ടായിരുന്ന മെമ്പർ അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചു. അതുവരെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒന്നിനും ഒരു നീക്കുപോക്കം ഉണ്ടാകാതെ പോയിരുന്ന കാര്യം അന്ന് ജസ്റ്റ് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ മെമ്പർ എനിക്ക് വേണ്ടി സംസാരിച്ചു, എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്തു. എനിക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ ഇവിടെ ഉണ്ടായി. അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് എതിർഭാഗം വക്കീൽ പല രീതിയിലുള്ള സംസാരങ്ങളുണ്ടായി. അതിനുശേഷം അടുത്തൊരു ദിവസത്തിലേക്ക് അത് മാറ്റിവെച്ചു. മാറ്റിവെച്ച തീയതിയിൽ ചെന്നപ്പോഴും എൻ്റെ വാഹനവും എൻ്റെ ഫുൾ എമൗണ്ട് റീഫണ്ട് തരാനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വിധി. അത് അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കോടതി വിധി മുന്നോട്ട് തന്നെ പോയി. ജനുവരി 2024 3-ാം തീയതി എനിക്ക് വിധി വന്നു. ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യണം, അതുപോലെ കോമ്പൻസേഷൻ എമൗണ്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ട്രിക്ട് കോർട്ടിൽ വിധി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ ജനുവരിയിൽ ഈ കേസ് വെച്ച സമയത്ത് ഞാൻ ഹിയറിങ്ങിന് ചെന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആകെ ഉപ്പും തൈലും, കുറച്ചുകൂടെ സീനിയറാണ്, ഇങ്ങനെയാണ്, എനിക്കത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ പേര് വിളിച്ചു, കേസിലേക്ക് വിളിച്ചു. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉണ്ട്, ഉപ്പുമുണ്ട്. എനിക്ക് വേണ്ടി ഒരുക്കി തരണം, എന്നെ കൊണ്ട് അധികം സംസാരിപ്പിക്കല്ല, കാരണം ഈ കേസ് എത്ര നാൾ പോകുമെന്ന് എനിക്കറിയത്തില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്നെ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ദിവസം കൊണ്ട് തീർപ്പാക്കി തരണം. കാരണം എൻ്റെ കേസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീണ്ടുപോകും, പൈസ കിട്ടാൻ താമസിക്കും, അതുപോലെ ഇതിൻ്റെ പുറമോട്ടുള്ള ബുദ്ധിമുട്ട്, ട്രാവൽ എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ആ ജഡ്ജ് പറഞ്ഞു, ഈ കേസിന് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വിത്ത് കോമ്പൻസേഷൻ അഡീഷണൽ ഞാൻ ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് നിവൃത്തികേട് കൊണ്ട് കേസ് ഡിസ്മിസ് ചെയ്യാമെന്നും 20,000 രൂപ എനിക്ക് അഡീഷണൽ കോമ്പൻസേഷൻ, നോർമലി എനിക്ക് ഉണ്ടായിരുന്ന 2,25,000 പ്ലസ് 10% എടുത്ത് എനിക്ക് 2,25,000 രൂപ ചിലവായാലും 3,00,000 രൂപയോളം എനിക്ക് കോമ്പൻസേഷൻ ഉൾപ്പെടെ എനിക്ക് അവിടുന്ന് വിധി കിട്ടത്. എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മാതാവ് എനിക്ക് എൻ്റെ ഫുൾ എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക്